കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആമേൻ യൂട്യൂബ് ചാനൽ വഴി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ വളരെ സന്തോഷത്തോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ ആയുസ്സിൽ ഒരുക്കിയല്ലോ. ആമേൻ. 2-ാമത്തെ മാസം. ആമേൻ. സ്തോത്രം. ഈ ദിവസം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, ഈ 7-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിൽ ഒരുമിച്ച് കർത്താവിൻ്റെ യാഗപീഠത്തോട് അടുത്ത് വരുവാൻ കർത്താവ് നമുക്ക് ഒരായുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയല്ലോ. ആമേൻ. സ്തോത്രം. കർത്താവിന് മഹത്വം കരയറ്റി ദൈവജനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. യോശുവ പ്രവാചകന്റെ പുസ്തകം ആമേൻ 8-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം വായിക്കുന്നു. യോശുവ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ യോശുവയോട്, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ എയ്യുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ യോശുവ തൻ്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ എയ്തു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. ആമേൻ. പഴയ നിയമം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ആമേൻ അവരുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത്, ആമേൻ അവരുടെ രക്ഷയ്ക്കായി അവർ കൊണ്ടുവന്നിരിക്കുന്ന ഉപകരണങ്ങളെ കൊണ്ട് ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. കാരണം കർത്താവിൻ്റെ കയ്യിൽ ആയുധമില്ല. സ്തോത്രം. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഹായി പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനകത്തുള്ള വ്യക്തികളെ കൊന്നുകളയുവാൻ ആമേൻ ആ കാലത്ത് യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സ്തോത്രം. ആമേൻ. നമുക്കറിയാം 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ദൈവം യോശുവയെ ധൈര്യപ്പെടുത്തുന്നത് 3-ാമത്തെ വാക്യം മുതൽ 30-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഹായി ആമയെ പിടിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഹായി പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ ആമേൻ ദൈവത്തെ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആമേൻ ഹായി പട്ടണത്തിൽ ഒന്നുകൂടെ അറിയിക്കേണ്ടതിനും ദൈവത്തിൻ്റെ യാഗപീഠത്തെ ഹായി പട്ടണത്തിൽ യോശുവ പണിയുന്നതിനും ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ മഹത്വം അതിനകത്ത് വെളിപ്പെടാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോശുവയെ തിരഞ്ഞെടുത്തത്. ആമേൻ. എന്തിനു വേണ്ടി അറിയാമോ? ഹായി പട്ടണം പിടിച്ചെടുത്തിട്ട് ഹായി പട്ടണത്തിനകത്ത് ആമേൻ യോശുവ ദൈവത്തിൻ്റെ യാഗപീഠം പണിതു. സ്തോത്രം. ഇന്ന് പകലില് ശത്രു കയ്യിൽ വച്ചിരിക്കുന്ന ചില ആമേൻ ആ പദ്ധതികളെ തകർത്ത് കളഞ്ഞിട്ട് ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ ആമേൻ അഭിഷേകത്തിൻ്റെ കൊടി ആ ദേശത്ത് ദൈവം പാറിക്കേണ്ടതിന്. കണ്ടോ ഇവിടെ വായിച്ചത്, അപ്പോൾ യോട് നിന്റെ കയ്യിലുള്ള കുന്തം എന്ത് ചെയ്യണം? ഹായിക്ക് നേരെ എയ്ത് അതിനെന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ എയ്യണം, അതിനെ ആമേൻ എറിഞ്ഞു കളയണം. അല്ലെങ്കിൽ ആ കുന്തത്തെ അവരുടെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആണ്ടോ നമ്മുടെ കയ്യിലുള്ള എന്താണ്? മോശയോട് പറഞ്ഞു, മോശേ നിന്റെ കൈയിരിക്കുന്ന വടിയുണ്ടല്ലോ, അതെ ഉണങ്ങിയ വടി, ഈ ഉണങ്ങിയ വടി നീ എന്ത് ചെയ്യണം? നിലത്തിടണം. സ്തോത്രം. നിലത്തിട്ടപ്പോൾ അത് പാമ്പായി. ആമേൻ. പാമ്പായ വടിയെ സകല പാമ്പുകളെ വിഴുങ്ങിക്കളഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞത്? നീ അതിൻ്റെ വാലിൽ പിടിക്കണം. ആമേൻ. വാലിൽ പിടിച്ചപ്പോൾ ഈ പാമ്പ് പഴയതുപോലെ മോശയുടെ കയ്യിലിരുന്ന വടി എങ്ങനെയായിരുന്നോ അതേ രൂപത്തിലായി. സ്തോത്രം. അപ്പോൾ എപ്പോഴും ആമേൻ ദൈവം ചോദിക്കുന്നതിൻ്റെ കയ്യിൽ എന്തുണ്ട്? ആമേൻ. ഏലിയാവ് ആമേൻ സ്തോത്രം കെരീത്ത് തോട്ടിൻ്റെ അരികിൽ നിന്ന് സാറാപത്തിലേക്ക് പോകുമ്പോൾ സാറാപത്തിൽ പോയി ആ സാറാപത്തിലെ വിധവയെ കണ്ടപ്പോൾ വിധവ 2 വിറക് പറക്കി നിൽക്കുക. അപ്പോൾ വിറക് പറക്കുന്ന എന്തിനാ? ആമേൻ അകത്ത് പാചകത്തിനുള്ള സാധനങ്ങളുണ്ട്. ആമേൻ. ആദ്യം കുറച്ച് വെള്ളം ചോദിച്ചു, രണ്ടാമത് കഴിക്കാൻ അട ചോദിച്ചു. ആമേൻ.
നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? സ്തോത്രം. ആദ്യം എനിക്ക് കൊണ്ട് തരിക. ആമേൻ. കൊണ്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ദേശത്ത് മഞ്ഞും മഴയും അയക്കുന്നത് വരെ ദൈവം ആ ക്ഷാമത്തെ മാറ്റി. നോക്കിക്കേ, തീർന്നില്ല. എലീശാ പ്രവാചകൻ പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തുണ്ട്? എണ്ണയല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഈ എണ്ണ പകരാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ആലോചനകൾ, നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ദൗത്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മോട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇവിടെ നോക്കിക്കേ, എലീശാ പ്രവാചകനോട് നിലവിളിച്ചു. എലീശ പറഞ്ഞ ഒരു കാര്യം, നിന്റെ പക്കൽ എന്തുണ്ട്? സ്തോത്രം. നിന്റെ പക്കൽ എന്തുണ്ട്? നിന്റെ പക്കലുള്ളത് ഒരു ഭരണി എണ്ണ മാത്രം. എൻ്റെ കയ്യിൽ അത്രേ ഉള്ളൂ, ഒരു ഭരണി എണ്ണ. നീ ഒരു കാര്യം ചെയ്യണം, അയൽവക്കത്തെല്ലാം പോയി പാത്രങ്ങൾ മേടിക്കണം. അപ്പോൾ അയൽവക്കത്തോട് ആരോടും മിണ്ടത്തില്ല. കാരണം അയൽവക്കത്തോട് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അവർക്ക്. അപ്പോൾ അവരോടൊന്നും മിണ്ടത്തില്ല. അയൽവക്കത്തോട് ആരോടും സംസാരിക്കത്തില്ല. അവർ മാത്രം ജീവിച്ചുകൊണ്ടിരുന്നു. ദൈവം ആര് എന്ന് ഒന്നുകൂടെ വെളിപ്പെടുത്തി കൊടുത്തു. കാരണം അവളുടെ ഭർത്താവ് ഒരു പാസ്റ്ററായിരുന്നു, ദൈവപുരുഷനായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനകത്ത് തലമുറയുടെ മേലൊരു വിഷയം വന്നപ്പോൾ അതിനു മുമ്പ് ഈ ദൈവദാസനങ്ങ് മരിച്ചു. അപ്പോൾ ആ കുടുംബത്തിനകത്ത് അടുത്തൊരു പ്രവാചകൻ കയറുകയാണ്. പ്രവാചകൻ പറഞ്ഞൊരു കാര്യം ചെയ്യണം, അടുത്തുള്ള വീടുകളെല്ലാം പോകണം. എന്ത് ചെയ്യണം? പാത്രം വാങ്ങണം. പാത്രം ചോദിക്കുമ്പോൾ പിണക്കം മാറും. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. പാത്രം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? പിണക്കങ്ങൾ മാറും. സ്വോത്രം. എല്ലാ വീട്ടിൽ നിന്നും പാത്രം, അയൽവക്കത്ത് നിന്ന് വാങ്ങാവൂ, കടയിൽ പോയി വാങ്ങാൻ പറഞ്ഞില്ല, അയൽവക്കത്ത് പോയി പാത്രം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കടയിൽ പോയൊരു പാത്രം വാങ്ങിയിട്ട് കുറച്ച് കരിയെല്ലാം വാരി തേച്ചിട്ട് പറയും, എന്താണ് ഇത്? ആമേൻ, അയൽവക്കത്തുനിന്ന് വാങ്ങിയ പാത്രമാ എന്ന് പറയും. അത് വരാതിരിക്കാൻ നീ ഓരോ വീട്ടിലും കയറി ഇറങ്ങണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ തലമുറകൾ ആമേൻ ആ ഒരു പീഡയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ആമേൻ, നിന്റെ മാതൃസ്നേഹം കാണിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തി അടുത്തു വന്നിരിക്കുന്നു. നിന്റെ അയൽവക്കത്തെ ഓരോ വീട്ടിലും കയറണം. അവിടെ രോഗികൾ കാണും, അവിടെ കടഭാരത്തിൽ ഇരിക്കുന്നവരുണ്ടാകും, അതിനകത്ത് കിടരോഗികൾ കാണും, വിവിധ വിഷയങ്ങളാൽ കരയുന്നവരും ഭാരപ്പെടുന്നവരും ഉണ്ടാകും, നിന്നോട് മിണ്ടാൻ കാത്തിരിക്കുന്നവരുണ്ടാകും, നാളുകളായി നിന്നോട് സംസാരിക്കാൻ കൊതിച്ചിരിക്കുന്നവരുണ്ടാകും. നീ അവരെ കണ്ടിട്ട് തിരിഞ്ഞു നടക്കുന്നില്ലേ? ഇതെല്ലാം ഒന്ന് മാറി ശുദ്ധീകരണം ചെയ്യാനാ ദൈവം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ, പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു കാര്യം കൂടെ സഹോദരി, നിക്ക്, പാത്രം കുറയരുത്. ഹല്ലേലൂയ. പാത്രം എന്ത് ചെയ്യരുത്? കുറയരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പോകുന്നത് കൊള്ളാം, എന്ത് ചെയ്യരുത്? പാത്രങ്ങൾ കുറയരുത്. പറഞ്ഞു വിട്ടുന്നത് ആരാ? ഇരട്ടി പങ്ക് പ്രാപിച്ച് ദൈവസന്നിധിയിൽ പുത്തൻ അഭിഷേകത്തോടെ നിൽക്കുന്ന എലീശാ പ്രവാചകൻ ഈ കാര്യം പറഞ്ഞെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. വെറുതെയാണോ എലീശാ പാത്രം വാങ്ങാൻ പറഞ്ഞയച്ചത്? കടയിൽ പോയി 2 ബിരിയാണി ചെമ്പെടുത്താൽ പോരെ? 2 ബിരിയാണി ചെമ്പെടുത്താൽ പോരെ? പിന്നെ എന്തിനാ എലീശ പാത്രം വാങ്ങാൻ പറഞ്ഞിരിക്കുന്നത്? ആമേൻ. ദൈവവൈതലേ, എന്നിട്ടൊരു കാര്യം ചെയ്യണം. പിന്നെ ഇനിയാണ് ശുശ്രൂഷ. ഈ പാത്രങ്ങളെല്ലാം വായ്പ വാങ്ങണം. ഹല്ലേലൂയ. എങ്ങനെ വാങ്ങണം? വായ്പ വാങ്ങണം. ആമേൻ. നീ ചെന്ന് നിന്റെ അയൽക്കാരുടെ ആമേൻ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറയരുത്. അല്ലാതെ ചോദിച്ചാൽ കൊടുക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ അവൾ പറഞ്ഞു കാണും, എനിക്ക് കുറച്ച് പാത്രങ്ങൾ വേണം, ഉള്ളത് നല്ല പാത്രങ്ങൾ, ഇത്തിരി വലിയ പാത്രങ്ങൾ വേണം. ആമേൻ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പലിശ അല്ലെങ്കിൽ ഇതിൻ്റെ വാടക തരാം എന്ന് പറഞ്ഞായിരിക്കാം ചിലവ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം പ്രവാചകനത് പറഞ്ഞിരിക്കുക, എന്ത് ചെയ്യരുത്? ആമേൻ, വായ്പ വെറും പാത്രം വാങ്ങണം. ആമേൻ, സ്തോത്രം. ആമേൻ. എന്നാൽ നോക്കൂ,
അടുത്ത് പറയുന്നത് പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് ആമേൻ പാത്രങ്ങളിലേക്ക് ആമേൻ പകർന്ന് നിറയുന്ന ആമേൻ നിറയുന്ന എന്ത് ചെയ്യണം? ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. കണ്ടോ, എന്താ പകരുന്നത്? എന്താ അവിടെ നടക്കുന്നത്? ഒരു ഭരണി എണ്ണ. പാത്രങ്ങളോ? അയൽവക്കത്തുള്ള എല്ലാ പാത്രങ്ങളും ഇരിപ്പുണ്ട്. ആമേൻ. കിണ്ണം മുതൽ കിണ്ടി വരെയുള്ള പാത്രങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ചെറുതും വലുതും ആമേൻ എല്ലാം അവിടെ ഉണ്ട്. ഈ പാത്രങ്ങളെല്ലാം അങ്ങ് നിറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, നിറഞ്ഞത് ഒരു ഭാഗത്ത് ആമേൻ മാറ്റിവെക്കുക. നിറഞ്ഞത് എന്ത് ചെയ്യുന്നു? ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ആമേൻ. അവൻ അവളോട് പറഞ്ഞത് പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ എന്ത് ചെയ്തു? നിന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുശ്രൂഷ കണ്ടോ? അവരെ വീട്ടിനകത്തുള്ളതിനെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. നിന്റെ കയ്യിലുള്ളതിനെ ദൈവത്തിന് കൊടുക്കുമ്പോൾ അതിനെ ദൈവം ഒരു അത്ഭുതമാക്കും. 5 അബദ്ധപ്പവും 2 മീനും കണ്ടോ? ആമേൻ. വലിയ അത്ഭുതം ചെയ്തില്ലേ? ഹല്ലേലൂയ. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. ഹായി പട്ടണത്തെ പിടിച്ചെടുക്കണമെങ്കിൽ യോശുവേ, നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ അത് ശക്തമായി നടക്കണമെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന കുന്തത്തെ അങ്ങ് എറിയണം. ഇന്ന് പകലിൽ നിന്റെ കയ്യിലിരിക്കുന്നത് എറിയാൻ നീ തയ്യാറാണെങ്കിൽ, ഇത് കക്ഷത്തിരിക്കുന്നത് പോകാനും പാടില്ല, ഉത്തരത്തിരിക്കുന്നത് എടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. പലതും നീ വിടേണ്ടതായുണ്ട്. പലതും വിട്ടാൽ ദൈവം ചില അത്ഭുതങ്ങൾ ഈ 7ാമത്തെ ദിവസം കർത്താവ് ചെയ്യാൻ പോകുക. ശമനപരകതുനി. ഇല്ലായ്മകളെ ഉള്ളതുപോലെ ആക്കി തീർക്കുന്ന, കടഭാരങ്ങളെ മാറ്റാൻ അവൾ ഉള്ളതിനെ സത്യം പോലെ പറഞ്ഞ് എൻ്റെ ഇത്രയേ ഉള്ളൂ, ഒന്നും മാറ്റിവെച്ചില്ല. ഈ ഉള്ളതിനെ ഉള്ളതുപോലെ പറയാനുള്ള തയ്യാറായപ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്തതുപോലെ. ആമേൻ. 19-ാം വാക്യം പറഞ്ഞു, അവൻ കൈ നീട്ടി ഉടനെ പതിയിരിപ്പുകാർ തങ്ങളുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടി പട്ടണത്തിൽ ആമേൻ കയറി അത് പിടിച്ചു. ക്ഷണത്തിൽ പട്ടണത്തെ തീവച്ചു. കണ്ടോ? ഹായി പട്ടണക്കാർ പുറത്തേക്ക് ഓടി നോക്കുമ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. പട്ടണം മുഴുവൻ നിന്ന് കത്തുകയാണ്. ശത്രുജനം ഓടിപ്പോയി. ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തിക്കായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. കേൾപ്പിച്ച ദൈവത്തിൻ്റെ ആലോചനയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ മാനിക്കണമേ, ഞങ്ങളുടെ സങ്കടങ്ങളും യാചനകളും കേൾക്കണമേ. അപ്പ പുനരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.